മോളെ പിങ്കി പിങ്കി പെട്ടെന്ന് വാ. എനിക്ക് നിന്നെ വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. എന്നെ സ്കൂളിൽ വിട്ടിട്ട്. കുടിച്ചിട്ട് പോവച്ചേ. എനിക്ക് വേണ്ട സമയം കുടിക്കാൻ അവിടെ നിന്ന് വിശക്കും. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണല്ലേ, അല്ലെങ്കിൽ വിശക്കും. പരീക്ഷയല്ലേ. പിടി കുടി. നേരത്തെ ചെയ്തൂടായിരുന്നോ? കുടി. തുടക്കി എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി കേട്ടാ. പ്രാർത്ഥിക്കാം. അതെ വായക്കൊന്ന് തുടച്ചേ. പിന്നെ നല്ല മാർക്ക് വാങ്ങിക്കണം. ഞങ്ങൾക്ക് കൊച്ചിലെ പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു. ഞങ്ങൾ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മനസ്സിലായ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, എല്ലാ ആൻസറും അറ്റംപ്റ്റ് ചെയ്യണം. സമാധാനത്തിൽ പ്രാർത്ഥിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. കേട്ടല്ലോ? റിലാക്സ് ചെയ്ത് എഴുതണം. വലിച്ചു വാര്യം എഴുതി കണ്ടു. ക്വസ്റ്റ്യൻ വരെയൊക്കെ വായിച്ചോളാം. നിനക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. ക്വസ്റ്റ്യൻ വരെയൊക്കെ വായിക്കാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. കേട്ടോ? രവിയേട്ടാ പതുക്കെ പോയാ മതി, തിരക്കൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ ഇത് തന്നെ 24 മണിക്കൂർ എനിക്ക് ജോലി. എത്ര പറഞ്ഞാലും കേൾക്കത്തുണ്ടെണ്ണം. വരട്ട് 2 എണ്ണം കൂടി കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ടാണ്. അല്ല, നീ എന്താടി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? നോക്ക് ചേട്ടാ, ഇവിടെ മൊത്തം ചെളിയും പൊടി. എത്ര അടിച്ചു വാരിയാലും തുടച്ചാലും പിറ്റേ ദിവസം ഇത് തന്നെ അവസ്ഥ. ആ 2 എണ്ണത്തിനോട് പുറത്തിരുന്ന ചെരിപ്പിട്ടുണ്ട് കൊണ്ട് കേറില്ലെന്ന് പറയണതാണ്. കേൾക്കൂല. അതെ, നിന്റെ കുറ്റം. അങ്ങനെ ഞാൻ പറയൂ. അവളുമാരെ വിളിച്ചെല്ലാം വൃത്തിയാക്കിക്കണം. നീ ഒറ്റയ്ക്ക് എന്തിനാ ചെയ്യുന്നത്? പിള്ളേരല്ലേ, പഠിക്കണ പിള്ളേരല്ലേ എന്ന് കരുതി ഞാൻ ചെയ്തു കൊടുക്കണതല്ലേ. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തോന്നൂല എനിക്ക്. അത് ശരി. ഫോണടിക്കുന്നു. ഹലോ. ആ ടീച്ചറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തോന്നാണ് കാര്യം? അങ്ങോട്ടോ? രണ്ടുപേരും വേണോ? വേണ്ടേ വേണ്ടേ. ശരി ശരി ശരി, വരാം. ഓക്കെ. പിങ്കിയുടെ സ്കൂളിൽ നിന്നേ ടീച്ചറാ. പേരൻസ് ആരെങ്കിലും സമയം കിട്ടുമ്പോ ഒന്ന് അതുവരെ പോണേന്ന് പറഞ്ഞതാ. പിടി കിട്ടിയടി. കാര്യം എന്താന്ന് മനസ്സിലായോ? അവക്കായിരിക്കും സ്കൂളിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക്. അതിന് രക്ഷിതാക്കളെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിപ്പിച്ചായിരിക്കും. ആയിരിക്കും. ഇത്തവണ അവള് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. രാത്രി തന്നെ എത്ര മണിക്ക് അവൾ ഉറങ്ങിയെന്നറിയോ? അതെ, കുത്തിയിരുന്ന എഴുത്തോടെ എഴുത്തായിരുന്നു. അതെ. എന്തായാലും ഞാൻ രവിയേട്ടനൊന്ന് വിളിച്ച് പറയട്ടെ. ഹലോ. അതെ, പിങ്കിയുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോൾ ഒന്ന് സ്കൂൾ വരെ പോയി ടീച്ചറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. രവിയേട്ടന് പറ്റൂലെങ്കിൽ ഞാനും മണിക്കൂട്ടൻ ചേട്ടനും കൂടെ പൊക്കോളാം. പറ്റുമോ? പൊക്കോളൂ. ശരി. എന്നാ പോകുന്ന വഴിക്ക് അവളെ വിളിച്ചോണ്ടും വരാമല്ലോ. ശരി, ഓക്കെ. പൊക്കോളൂ. അയ്യോ, ഇനി നമുക്ക് ബാക്കി അവക്ക് എന്റെ ബുദ്ധിയാ കിട്ടിയിരിക്കുന്നത്. 2 പിള്ളേർക്കും അത് തന്നെ. യോഗ മാത്രമല്ല, 2 പിള്ളേർ. ശരിയാണ്, നമ്മുടെ ഫാമിലിയുടെ അതേ ഗുണമാണ്. പിന്നെ അതേ ഗുണമാണോ? നേരെ ഇത്രയായിട്ട് അവരെ കാണുന്നില്ലല്ലോ. വരാറായി കാണും. അതെ മാമ, പിങ്കി ഉണ്ടല്ലോ, ഈ ഇടയായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു. എന്താ പറഞ്ഞു? അവക്ക് പഠിച്ചേ ഒരു പൈലറ്റ് ആവണം. കണ്ടോടി, എന്റെ അനന്തരവള. അവൾ അതും ആകുവാൻ അപ്പുറം ആകും. നമുക്ക് ലക്ഷ്യബോധമൊക്കെ ഉള്ള ടൈപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനൊരു കഴിവുണ്ടാവും. അതെ, വന്നല്ലോ. അളിയന്റെ മുഖം കണ്ടിട്ടേ എന്തോ ഒരു വിമ്മിഷ്ടം പോലെ. അത് ജനിച്ചപ്പോഴുള്ള മുഖമാണ്. എന്ത് പറ്റി രവിയേട്ടാ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോളോട് ചോദിര്. എടീ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് എഴുതിയാ? എളുപ്പമായിരുന്നോ? ആണോ? എന്നിട്ടും അളിയന്റെ മുഖത്ത് എന്താ ഒരു കടന്നൽ കുത്തിയന്റെ കൂട്ട്? അതെ, ടീച്ചർ എന്തിനാ എന്നെ വിളിപ്പിച്ചെന്ന് അറിയാമോ? അത് അളിയൻ പറയാതെ എങ്ങനെ അറിയുന്നേ? മോള് സ്കൂളിൽ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. എന്ത് ബിസിനസ്? എടി, പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനായിട്ട് തുണ്ടുണ്ടാക്കുക. എന്നിട്ട് അത് ഓരോ കുട്ടികൾക്കും 10 രൂപ വെച്ച് വിൽക്കുന്നു. വേണ്ട. ഇപ്പൊ കണ്ടല്ലോ രാത്രി അവിടുത്തെ എന്താണ് പണിന്ന്. പഠിത്തമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എവിടുന്ന് പഠിക്കുന്ന ഇതൊക്കെ? അത് പിന്നെ അമ്മ, എഴുതി പഠിച്ചാലേ എന്റെ മനസ്സിൽ പതിയോന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എഴുതി പഠിച്ചു. അപ്പൊ ഞാൻ എഴുതി പഠിച്ചത് വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് കീറിക്കൊണ്ടെന്ന് അവർക്ക് കൊടുത്തു. പിന്നെ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ ഔദാര്യം ആവൂലേ എന്ന് വിചാരിച്ചു.
വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു 10 രൂപയും കൂടെ മേടിക്കും. ഇത് എന്തോന്ന് ചെയ്യണം ഞാൻ? പക്ഷേ മുണ്ടിപ്പോരുത് കേട്ടോ, അടിച്ച് തൊലി പൊട്ടിച്ചോളെ. ആ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ തൊലി ഉരിഞ്ഞു പോയാളിയാ. നിങ്ങൾ പറയണ കേട്ടൊന്നും ഞാൻ കോപ്പി അടിച്ചെന്ന്. അല്ല നിന്നെ ഞാൻ- നീ കോപ്പി അടിച്ചില്ലേ? ഇത് എന്തൊരു കഷ്ടമാണ്. മാമനല്ലേ പറഞ്ഞത് അവനും അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കണോന്ന്. അല്ല എന്ന് കരുതി തുണ്ട് വെച്ച് കാശുണ്ടാക്കാൻ ഞാൻ പറഞ്ഞതോ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല മക്കളെ. ദൈവമേ, അവളുടെ കുബുദ്ധി നോക്കിയേ. ഈ കുബുദ്ധി എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെട്ടിരുന്നെങ്കിൽ നീ നന്നായി പോയനല്ലോ പിങ്കി. നാണം ഇല്ലല്ലോ. വൃത്തിയുടെ സ്വഭാവം കാണിച്ചിട്ട് നാണം കെടുത്താനായിട്ട് മനുഷ്യനെ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം എന്നോട് ഒരു ക്ഷമിക്കണേ. സോറി, എനിക്ക് അബദ്ധം പറ്റിപ്പോയാണ്. ഇനിയിപ്പോ കരയണ്ട. ഇനി ഈ വൃത്തിയോടെ കാണിച്ചാൽ ഞാൻ ഏത് വാക്കിനിട്ട് അടിച്ചിരുന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്ത് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞു. ഇനിയിപ്പോ കരയണ്ട, പോട്ട്. പോട്ട് പോട്ട്, കുഴപ്പമില്ല. മോളെ അവിടെ കള്ളത്തിന് നോക്കിയേ, കണ്ണിറക്കി കാണിക്കുന്ന. പോട്ടെ. ചെയ്യോ ഇനി? ഇല്ല, ഞാൻ ചെയ്യൂല അച്ഛൻ. മോളെ അതുപോലെ തന്നെ ഈ വളഞ്ഞ വഴി കൂടെ കാശുണ്ടാക്കാൻ നോക്കല്ലേ. അങ്ങ് അത് ഒരിക്കലും നിലനിൽക്കില്ല. അതെ. മാത്രമല്ല ഇപ്പൊ കിട്ടിയ പോലെ ചീത്തപ്പേരും കിട്ടും. കുടുംബത്തിന് മൊത്തം നാണക്കേടാ അത്. ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്യത്തില്ല ഞാൻ. ഓക്കെ, ഉറപ്പാണല്ലോ. ഉറപ്പാ. നീ പോട്ടെ, അവളെ ഇനി ഇവിടെ തന്നെ നിൽക്കാൻ. മോള് പോയി മക്കള് പോയി ഡ്രസ്സൊക്കെ മാറ്റി പഠിക്കാൻ നോക്ക്. നാളെ പരീക്ഷ ഉള്ളതല്ലേ. വേറെ കാര്യം, അപ്പൊ നാളത്തെ പരീക്ഷയ്ക്ക് എഴുതി പഠിക്കണ്ട, വായിച്ചു പഠിച്ചാൽ മതി കേട്ടാ. കേട്ടല്ലോ. അഥവാ ഇനി നിനക്ക് എഴുതി പഠിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ പഴയ സ്ലേറ്റ് അവിടെ ഇരിപ്പുണ്ട്, അതിൽ നീ എഴുതി പഠിച്ചാ മതി. തൊലമണ്ടോടിച്ച് പൊട്ടിക്കണം. എന്തോ? ഒന്നുമില്ല, ഞാൻ പഠിക്കാൻ പോകുന്നു. പോ പണി. അവൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കും. ചെല്ല്. എന്ത് പറയാനാളിയാ പിള്ളേരുടെ കാര്യമേ. എങ്ങനെ അളിയന്റെ അല്ലയോ മോള്? ഓ അത് ശരി. ഓ അത് ശരി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.